പറയാനുള്ളത് നിംക പേഡ് എന്നുള്ള പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളും എക്സസൈസുകളുമാണ്. ഒന്നാമത്തെ ചോദ്യം നിംക അസ്ലി നാം ക്യാ ഹെ? അപ്പോൾ ഉത്തരം നിംക അസ്ലി നാം നീംബ് ഹെ. രണ്ടാമത്തെ ചോദ്യം എന്താ അർത്ഥം എന്ന് വെച്ചാൽ നിംക അസ്ലി നാം, നീമിൻ്റെ അസ്ലി നാം യഥാർത്ഥ പേര് എന്താണ്? അപ്പോൾ ഉത്തരം നിംക അസ്ലി നാം നീംബ് എന്ന് എഴുതാം. രണ്ടാമത്തെ ചോദ്യം നീംകി പത്തിയാ കിസ് കാം ആത്തി ഹെ? നീമിൻ്റെ ഇലകൾ എന്ത് ഉപകാരമാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് അർത്ഥം. അപ്പോൾ नीम के काम पत्तियों से हमको ऐसी काम आती है എന്നിട്ട് എന്ത് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടാവുന്നു എഴുതിയിട്ട് ഈ ഗരം കപ്പടോ എന്നുള്ള പാരഗ്രാഫ് മുതൽ അവിടെ എന്താ ഹാരിസ് ദൂർ ഹോ ജാത്തി എന്നുള്ളവരെ എഴുതാം. പിന്നെ മൂന്നാമത്തെ ചോദ്യം നീംകെ ഫൽസെ ക്യാ ക്യാ ബനായ ജാത്താ ഹെ? അപ്പോൾ നീമിൻ്റെ പഴം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കപ്പെടുന്നതെന്ന്. അപ്പോൾ നീംകെ ഫൽസെ തേൽ और സാബുൻ ബനായ ജാത്താ ഹെ എന്ന് എഴുതാം. പിന്നെ അടുത്തത് നീംകി ടഹനി കിസ് കാം ആത്തി ഹെ? നീമിൻ്റെ കൊമ്പ് എന്ത് ഉപകാരം ഉണ്ടാവുന്നത്? അപ്പോൾ എന്ത് ഉത്തരം നീംകി ടഹനി സെ മിസ്വാക്ക് ബനായ എന്താണ് മിസ്വാക്ക് കി കാം ആത്തി ഹെ. അതവിടെ ലാസ്റ്റ് വരും ഈ മിസ്വാക്ക് കാ കാം കർത്തി എന്നില്ലേ. അപ്പോൾ നീംകി ടഹനി സെ മിസ്വാക്ക് കാ കാം കർത്തി എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ യോജിച്ചത് എടുത്ത് എഴുതാനാണ്. പിന്നെ നാലാമത്തത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാം. അഞ്ചാമത്തത് ഇതിന്ന് യോജിച്ച് എടുത്ത് എഴുതാറുള്ളതാണ്, പക്ഷേ ശരിയുള്ളത് മാത്രം എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അടുത്ത ജമ്മ എഴുതാൻ ദറഖ്ത് ദറഖ്തോ, പത്തി പത്തിയാങ്, സായ സായേ, എന്ന് എഴുതാം സായേ. ജാൻവർ ജാൻവറോ, കുട്ടിലി കുട്ടിലിയാങ്, കപട കപടേ, നദി നദിയാങ്, കീട കീടേ. അങ്ങനെയാണ് എൻ്റെ ജമ്മുകൾ. അപ്പോൾ അത് അതേമാതിരി തന്നെ എഴുതാം. പിന്നെ ഈ താഴെയുള്ള ജുംലകൾ എന്ത് ചെയ്യണം, ശരിയാക്കിയിട്ട് അതിൻ്റെ അടിയിലുള്ള ലൈനിൽ എഴുതണം. അപ്പോൾ ഇത് നമ്മൾ പാഠത്തിലുള്ള വരികളാണ്. അപ്പോൾ അതിലുള്ള തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ കണ്ടെത്തിയിട്ട് തിരുത്തിയിട്ട് അതേമാതിരി തന്നെ എഴുതാം. ഓക്കെ. ഇനി അടുത്തത് पिछले सबक में आपने मुज़क्कर और मुअन्नस की तारीफ़ पढ़ी. इसकी मदद से नीचे दिए लफ्ज़ों को खानों के मुताबिक लिखिए. കഴിഞ്ഞ പാഠത്തിൽ മുദക്കറും മുഅന്നസൊക്കെ, അതായത് നമ്മളിപ്പോൾ ഗുൽസാർ ഉറുദുവിൽ മുദക്കറും മുഅന്നസൊക്കെ പഠിച്ചല്ലേ. ഇനി നമുക്ക് അതിൻ്റെ സഹായത്തോടു കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഈ ബോക്സ് ഈ ദറഖ്ത് എന്നുള്ള മുദക്കറോ മുഅന്നസോ, ബീമാരി മുദക്കറോ മുഅന്നസോ എന്ത് ചെയ്യുക, അങ്ങനെ യോജിച്ചത് എടുത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിക്ഷണറിൻ്റെ ലിങ്ക് അയച്ചു തരാം. അതിൽ നോക്കിയിട്ട് മുദക്കറോ മുഅന്നസോ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗുൽസാർ ഉറുദുവിൽ നമ്മൾ കുറച്ച് നിയമങ്ങൾ പഠിച്ചു. മുദക്കറും മുഅന്നസാണോ നോക്കാനുള്ള, അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് എടുത്ത് എഴുതുക. ഇനി അടുത്തത് നീമിൻ്റെ 5 ഉപകാരങ്ങൾ എഴുതുക. ഇത് ചോദ്യോത്തരവും ഇതും നിങ്ങൾ നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത്. 10ാമത്തെ ദി തസ്വീർ പർ ഏക്ക് दी हुई तस्वीरों पर एक एक जुमला लिखिए. എന്താണ് താഴെയുള്ള ഓരോ ഫോട്ടോകൾ തന്നിട്ടുണ്ട്, അതിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വരി എഴുതാനാണ്. അത് ഇതിൽ തന്നെ എഴുതിയാൽ മതി. പിന്നെ ഇസ് ഗുൽദസ്തെ മേ 7 फूल है और उन फूलों में एक जुमले के अल्फाज बिखरे हुए हैं. उन अल्फाज को तरतीब देकर एक बामाना जुमले बनाए. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതിൽ എന്ത് ചെയ്യുക, പൂച്ചട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഓരോ എലമേലും ഓരോ വാക്കുകളുണ്ട് അല്ലേ. അപ്പോൾ അത് നേർക്ക് നോക്കിയാൽ ഒരു ജുംല നമുക്ക് ഇതിട്ടുണ്ടാക്കാം. ആ ജുംല എടുത്തുകൊണ്ട് അടിയിൽ എഴുതാം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് എഴുതാനുള്ളത് കൃത്യമായിട്ട് തന്നെ എഴുതണം. ഇതിൽ ഉപകാരങ്ങൾ എഴുതാനുള്ളത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതേണ്ടത്. ഇതുപോലെ തന്നെ ചോദ്യോത്തരവും ബാക്കിയുള്ള കഥയിൽ തന്നെ പൂരിപ്പിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.